അഭിയേട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വെച്ച് എൻ്റെ തലയിൽ കയറുന്നു. ദേ മനുഷ്യ, മര്യാദയാണെങ്കിൽ അത് തിരിച്ചും കാണിക്കും അല്ലേ ഉണ്ടല്ലോ. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി ലക്ഷ്മി ബെഡിലിരുന്നു. പറ അബി. സഞ്ജു, നിന്റെ ഫസ്റ്റ് ഐഡിയ ചീറ്റി. ഞാൻ കലിപ്പെടുത്തപ്പേ അവൾ അതിലും കലിപ്പ്. നീ ഇത് കുളം തോണ്ടും. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഒരു വഴിയും നടന്നില്ല എങ്കിൽ ദേഷ്യപ്പെടാനല്ലേ? ഇങ്ങനെ ഒരു പൊട്ടൻ നിന്റെ. സഞ്ജു, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ വാക്ക് കേട്ട് ഓരോന്നിനിറങ്ങി എന്നെ വേണം പറയാൻ. വേണ്ട, നീ കേൾക്കണ്ട. നിന്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എങ്കിൽ നീ ഒന്ന് കേട്ടോ, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ നിന്റെ കല്യാണം ഞാൻ നടത്തില്ല. നീ എപ്പോഴും ഒന്നോർത്തോ, മോൻ്റെ ലൈഫ് എൻ്റെ കയ്യിലാണെന്ന്. ആമിക്ക് ജോലിയായിട്ട് മതി കല്യാണമെന്ന എൻ്റെ തീരുമാനം. നീ പക പോക്കുവാണല്ലേ? പട്ടി തിന്നില്ല എങ്കിൽ പശുവും പുല്ല് തിന്നില്ല എന്ന്. ഇനിയൊരു സെൻറ്റി അടിച്ച് നോക്കാം, ചിലപ്പോൾ ഏൽക്കും. സഞ്ജു, എനിക്ക് സെൻറ്റി വലിയ വശമില്ല. ഓഹോ, രാവിലെ ഹോസ്പിറ്റൽ വെച്ച് എന്തായിരുന്നു? നിന്നെക്കൊണ്ട് മസിലുരുട്ടി കയറ്റാനല്ലാതെ വേറെ ഒന്നിനും കൊള്ളില്ല. സഞ്ജു, ഒരു കിസ്സിനുള്ള ഐഡിയ പോലും നിന്റെ കയ്യിലില്ല. ചോദിച്ചു നോക്കണം, തന്നില്ല എങ്കിൽ ഒന്നും നോക്കണ്ട, തരുന്നവരെ കാത്തിരിക്കാം. എൻ്റെ അബി, നീ പോയി അവളുടെ സൗന്ദര്യമൊന്ന് വർണ്ണിക്ക്. നിനക്കൊരു കാര്യം അറിയുമോ? പ്രശംസയിൽ വീഴാത്ത പെണ്ണുങ്ങളില്ല. നോക്കാല്ലേ? ആ, നോക്ക്. ലച്ചു. സ്നേഹത്തിലുള്ള അബിയുടെ വിളിയിൽ മുഖം കൊടുക്കാതെ അവൾ തിരിഞ്ഞിരുന്നു. നീ എന്താ നിന്റെ മുടി അഴിച്ചിടാത്തേ? നിന്റെ മുടി അഴിച്ചിട്ട് എന്ത് ഭംഗിയാണെന്നോ. പിന്നീട് അവളുടെ മുടി കയ്യിലെടുത്ത് അബി അത് പറഞ്ഞതും ലക്ഷ്മി ദേഷ്യത്തിൽ അവനെ നോക്കി. നീ എന്തിനു നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. എനിക്കിങ്ങനെയുള്ള നഗ്ന സത്യങ്ങൾ ഇഷ്ടമല്ല അഭിറാം. ലച്ചു, നീ എൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പാവം പൂച്ച, അതിൻ്റെ മുന്നിൽ ഒരു പിടയ്ക്കുന്ന മീന്. എത്ര നേരം അത് നോക്കിയിരിക്കും? അതാ പാവം ഞാൻ. പൂച്ചയുടെ കാല് തല്ലി ഒടിച്ചാലോ? അയ്യോ, ഓഫീസിൽ പോവാൻ പറ്റില്ല. അബിയേട്ടാ, ആ മീനിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദയനീയമല്ലേ? മീനെന്നല്ല, തവള എന്ന് വേണം പറയാൻ. പാണ്ടിലോറിയുടെ അടിയിൽപ്പെട്ട പാവം തവള. ഉള്ള ജീവനം കൊണ്ട് ഓടാൻ പോലും പറ്റില്ല. നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഒരല്പം ക്ഷമ എനിക്ക് കൂടിപ്പോയി. അല്ലെങ്കിൽ കാണാം. അത് അബിയേട്ടാ, എനിക്ക് രാഹുലിനോട് പ്രതികാരം. അവൻ എന്നെ എത്ര പറ്റിച്ച സ്ഥിതിക്ക്. നീ അവനോടല്ല, എന്നോടാണ് പ്രതികാരം ചെയ്യുന്നത്. സത്യം പറഞ്ഞു, നീ എന്നോട് റിവെഞ്ച് ചെയ്യുന്നതല്ലേ? അയ്യോ അല്ല. പിന്നെ നീ എന്തിനാ ഡാഡിയുടെ അടുത്ത് പാടാൻ ഒരു മാസം വേണമെന്ന് പറഞ്ഞത്? അതച്ഛനൊരു സന്തോഷം. പാടാന്ന് കേട്ടപ്പോഴുള്ള ആ മുഖമൊന്ന് കാണണം, പാവം. എൻ്റെ പൊന്നു ലച്ചു, നിന്റെ പ്രശ്നം എന്താ? ഇതൊന്നുമല്ല കാരണമെന്ന് എനിക്കറിയാം. നിനക്കെന്തേലും വയ്യേ? നീ എപ്പോഴും ഒരു കാര്യം ഓർക്കണം. എന്നെയും ഒരമ്മ പ്രസവിച്ചതാണ്. മാത്രമല്ല, പ്രായം തികഞ്ഞൊരനിയത്തിയുള്ളൊരു ചേട്ടനും. ഒരു പെൺകുട്ടി ഈ സമയത്ത് അനുഭവിക്കുന്ന വേദന പറയാതെ അറിയാനുള്ള ബോധം എനിക്കുണ്ട്. സോറി, നീ കിടക്കാൻ നോക്ക്. താൻ പറയാതെ തൻ്റെ വേദന മനസ്സിലാക്കിയ അബിയെ ലക്ഷ്മി ബഹുമാനത്തിൽ നോക്കി. പെറ്റമ്മ പോലും സഹായത്തിനില്ലാതെ എല്ലാ മാസവും അനുഭവിച്ച വേദന അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അടിവയറ്റിൽ ഉരുണ്ട് കയറുന്ന വേദനയിൽ തനിക്ക് ആശ്വാസം അബിയേട്ടൻ്റെ ശരീരത്തിൻ്റെ ചൂടാണെന്ന് കുറച്ചു മുന്നേ താൻ മനസ്സിലാക്കിയതാണ്. അബിയേട്ടാ, എന്താ ലച്ചു? ഞാനൊന്ന് ചേർന്ന് കിടന്ന് ഈ നെഞ്ചിൽ തലയൊന്ന് വെച്ചോട്ടെ. നീ കുർള എക്സ്പ്രസ്സിനൊന്നുമല്ലല്ലോ തല വയ്ക്കുന്നത്, അനുവാദം വാങ്ങാൻ. തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്ന ലക്ഷ്മിയുടെ തലയിൽ തലോടി അബി പറഞ്ഞു. സോറി ലച്ചു, കുറച്ചു മുന്നേ നിന്റെ വേദനയിൽ എന്നോട് ചേർന്ന് നിന്നപ്പോൾ ഞാൻ അകറ്റിയതിന് ഞാൻ അറിഞ്ഞില്ല. സഞ്ജു തണ്ടി പറഞ്ഞ ഐഡിയ പരീക്ഷിച്ചതാണ്. അബിയേട്ടൻ എന്തിനാ സഞ്ജുവേട്ടൻ പറയുന്നത് പോലെ ചെയ്തിട്ട് പാവം അതിനെ കുറ്റം പറയുന്നത്? അത് ശീലമായി പോയി. അത് മാറണമെങ്കിൽ ഞങ്ങളിൽ ഒരാളില്ലാതാവണം. അവരുടെ കല്യാണം നടത്തണ്ടേ അബിയേട്ടാ? വേണം, പക്ഷേ ഉടനെ വേണോ? അവൾ കുഞ്ഞല്ലേ. ചേട്ടൻ്റെ കണ്ണിലല്ല അനിയത്തിമാരും കുഞ്ഞുങ്ങളാണ്. പക്ഷേ അവളും ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജുവേട്ടൻ എപ്പോഴും അവൾക്കൊപ്പം വേണമെന്ന്. നിന്നോട് പറഞ്ഞു ആമി? പറഞ്ഞു. തമാശ മട്ടിലാണ് പറഞ്ഞത്. പക്ഷേ ആ മനസ്സ് ഞാൻ കണ്ടു. അഭിറാമി വർമ്മ മാറ്റി അഭിറാമി സഞ്ജീവാക്കാൻ അബിയേട്ടൻ്റെ അടുത്ത് പറയാൻ. പിന്നെ ഒരു ഡയലോഗും, ചേച്ചിയെ ഞാൻ അമ്മയെ പോലെയാണ് കാണുന്നതെന്ന്. അതെന്നോടും പറയും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ അബിയേട്ടനെ കാണുന്നത് അച്ഛനെ പോലെയാണെന്ന്. പക്ഷേ എനിക്ക് ശരിക്കും ആമി മോളാണ്. ഇനി നാളെ എനിക്കൊരു മകളുണ്ടായാലും ആമി കഴിഞ്ഞ് എൻ്റെ നെഞ്ചിൽ അവൾക്ക് പോലും സ്ഥാനമുണ്ടാവും.
സഞ്ജു അവൻ്റെ കയ്യിലാണെങ്കിലും എന്നിൽ നിന്ന് പോകുന്നു എന്ന തോന്നൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അഭിയേട്ടനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷനൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്. ആര് പറഞ്ഞു? ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹൃദയത്തിലെ താളമാണ്. ആമയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അത് കൂടി ഇപ്പം പൊട്ടുമെന്ന് തോന്നുന്നത്. സഞ്ജുവേട്ടനായിട്ട് ഇങ്ങനെയപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? അറിയില്ല, സഞ്ജും ആ വീട്ടിലുള്ളവരും അന്യരല്ല. ദേവൻ അങ്കിളിന് ആൻറ്റിക്കും അവൾ മോള് തന്നെയാണ്. പിന്നെ സഞ്ജു എന്താ പറയുക? ഒരു പ്രണയം എന്നതിനേക്കാൾ വേറെന്തൊക്കെയോ ആണവൾക്ക്. അവൻ്റെ അടുത്ത് എന്നേക്കാൾ കുഞ്ഞാണ്. താൻ എടുത്തുകൊണ്ട് നടന്നൊരു കുട്ടി അവൻ്റെ നല്ല പാതിയാവുമ്പോൾ അവൾ ഭാര്യ മാത്രമല്ല, ഒരു മകൾ കൂടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും സുരക്ഷിതമായ കൈയാണ് അവൻ്റെ എന്നത്. അത് വിട്, നീ എന്താ രാഹുലിനെ പറ്റി പറഞ്ഞത്? അവനിൽ നിന്ന് എന്നിലേക്ക് വന്നത് ഒരു തെറ്റായെന്ന് തോന്നുന്നുണ്ടോ? അവൻ എന്നെ ചതിച്ചുവെങ്കിലും എൻ്റെ ആദ്യ പ്രണയം രാഹുലാണ്. ഞാനത് സമ്മതിക്കുന്നു അഭിയേട്ട. കാരണം എപ്പോഴൊക്കെയോ അവൻ എനിക്കൊരാശ്വാസമായിരുന്നു. എഴുതി വെച്ച തിരക്കഥ പോലെ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് പ്രതീക്ഷയായിരുന്നു. എൻ്റെ ഭർത്താവായി, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായി അവനെ സ്വപ്നം കണ്ടിരുന്നോ എന്നൊരു ചോദ്യം ഇപ്പോൾ അഭിയേട്ടൻ ചോദിച്ചാൽ ഇല്ല എന്ന് ഈ നെഞ്ചിൽ കിടന്ന് കള്ളം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വപ്നങ്ങളിൽ അവനുണ്ടായിരുന്നു. പ്രണയം രണ്ട് ശരീരങ്ങൾ കൊണ്ടുള്ളൊരു കൂടിച്ചേരലായി ഞാൻ കാണുന്നില്ല. 6 വർഷങ്ങൾക്കിടക്ക് നല്ലൊരു സ്നേഹചുംബനം അവന് കൊടുത്തതായി പോലും എനിക്ക് ഓർമ്മയില്ല. സാധാരണ കാമുകനെ പോലെ അവനതൊന്നും ആയിരുന്നില്ല ആഗ്രഹം. രാവിലെ ഞാൻ കോളേജിൽ പോയ തിരിച്ചു വരുന്നവരെ അവൻ്റെ പേടി. എന്നോട് ആരെങ്കിലും ഇഷ്ടം പറഞ്ഞു, നീ അവരെ തിരിച്ച് സ്നേഹിക്കൂ, അതൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ കരുതിയത് അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നാണ്. ഇപ്പം തോന്നുന്നു ഞാൻ അവനിൽ നിന്നൊരു രക്ഷപ്പെടൽ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇതൊരു ഏറ്റുപറച്ചിലൊന്നുമല്ല. അവൻ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അഭിയേട്ടൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അവനില്ല എന്നും അഭിയേട്ടൻ അറിയണം. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, രാഹുൽ എന്ന ആളോടുള്ള ദേഷ്യം മാത്രമാണോ അഭിയേട്ടൻ്റെ അടുത്തുള്ള സ്നേഹമെന്ന്? എനിക്കവനെ ഒന്ന് കാണണം. ഞങ്ങൾ തമ്മിലൊരു സംസാരം നല്ലതാണ്. ഇത്തിരിയെങ്കിലും അവനോടൊരു സ്നേഹമുണ്ടെങ്കിൽ അത് മാറണം. അല്ലാതെ അവനെ മനസ്സിലിട്ടുകൊണ്ട് അഭിയേട്ടൻ്റെ ഭാര്യയായി, നിങ്ങളിലെ ഭർത്താവിൻ്റെ ആവശ്യത്തിന് വിധേയയായി ഒരു പാവയെ പോലെ കിടന്നു തരുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അഭിയേട്ടന് തോന്നിയാലോ ഞാനെന്ന ഭാര്യ ഒരു പരാജയമാണെന്ന്? അത് ചിലപ്പോൾ ഇന്നോ നാളെയോ ആവില്ല. ഞാൻ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞാവാം. അവിടത്തെ ഉൽക്കുന്നത് ഒരു ഭാര്യ മാത്രമല്ല, അമ്മയും കൂടിയാണ്. എനിക്ക് നിർബന്ധമുണ്ട്. അഭിയേട്ടൻ്റെ സ്നേഹം ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരം അഭിറാം എന്ന പേര് മാത്രമേ മന്ത്രിക്കാവൂ. ഞാനെന്ന പെണ്ണ് തളർത്ത് പൂവിടേണ്ടത് ഈ കൈകൾ കൊണ്ടാണ്. ആണും പെണ്ണും കൂടി ചേരുമ്പോൾ ഇടയിലുള്ള നിശ്വാസം പോലും പവിത്രമാണ്. അതങ്ങനെ ആവണമെങ്കിൽ സ്നേഹം പകരുന്ന ആളും സ്വീകരിക്കുന്ന ആളും തങ്ങളിൽ വിശ്വാസമുള്ളവർ ആവണം. വേണ്ടേ അഭിയേട്ട? എനിക്കറിയാം അഭിയേട്ടൻ്റെ ആദ്യ പ്രണയം ഞാനാണെന്ന്. ആര് പറഞ്ഞു? ഞാനും ഒരു തേപ്പ് പെട്ടിയാണ്. അഭിയേട്ടൻ എന്തേ പറയുന്നത്? നെഞ്ചിൽ നിന്ന് എണീറ്റ് ലക്ഷ്മി ചോദിച്ചു. നീ കിടക്ക്, ഞാൻ പറയാം. വേണ്ട, പറഞ്ഞിട്ട് തീരുമാനിക്കാം. എൻ്റെ ഫ്ലാഷ് ബാക്ക് ഇവിടെയല്ല, അങ്ങ് സ്റ്റേറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ മലയാളിയല്ല, അമേരിക്കയിൽ ജനിച്ചു വളർന്ന നല്ല അസലൊരു മദാമ. പേര് ക്രിസ്റ്റഫർ ഡേവിഡ്. അഭിയേട്ടാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എങ്കിൽ പറഞ്ഞു തുലയ്ക്ക്, ലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു. നീ കിടക്ക്. എന്തിനാ? കേട്ടിട്ട് തീരുമാനിക്കാം. നെഞ്ചത്ത് തല വേണോ കാൽ വെക്കണോ എന്ന് തീരുമാനിക്കാൻ. അതാ കിടക്കാൻ പറഞ്ഞത്. എൻ്റെ ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് നീ എന്നെ കൊല്ലും, എനിക്കുറപ്പാണ്. ഓഹോ, അപ്പം അത്രയും മോശമാണല്ലേ? കുറച്ച് സെൻസർ ചെയ്യാനുണ്ട്. അഭിയേട്ടാ, എന്തീ പറയുന്നത്? അതുണ്ടല്ലോ, ഞാനും സഞ്ജുവും MBA ചെയ്യാൻ പോയ ടൈം ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പണ്ടും നല്ല ഗ്ലാമർ ആയിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്ന് ബാക്കി കേട്ടിട്ട് തീരുമാനിക്കാം. അഭിറാം വർമ്മ ബാക്കി പറ. അതെ, ഈ ക്രിസ്റ്റി ഉണ്ടല്ലോ. ആര്? അല്ല, ക്രിസ്റ്റഫർ ഉണ്ടല്ലോ. ഒരു ദിവസം എന്നെ പ്രപ്പോസ് ചെയ്തു. എൻ്റെ പൊന്നു ലച്ചു, ഇജാതി പ്രപ്പോസ്. ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ട സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ വീണു. അറിയാതെ കയ്യിൽ നിന്ന് റെഡ് റോസ് വാങ്ങിപ്പോയി. എന്നിട്ട് ബാക്കി പറ. കൈ ചുരുട്ടി തന്നെ നോക്കി അത്രയും പറഞ്ഞ ലക്ഷ്മി അഭി ഒന്ന് ചിരിച്ച് കാണിച്ചു. ചിരിച്ചോ? ഇന്നത്തോടെ നിങ്ങൾ പടമാണ്.
പിന്നെ ഒരു ദിവസം അവൾ പറഞ്ഞു, അഭിറാം, നമ്മുടെ സ്നേഹം നമുക്കുള്ളിൽ വെച്ചാൽ മതിയോ, പ്രകടിപ്പിക്കേണ്ട എന്ന്. എന്നിട്ട് നിങ്ങൾ പ്രകടിപ്പിച്ചോ? ഒരു ദുർബല നിമിഷത്തിൽ പ്രകടിപ്പിച്ചു. അതെൻ്റെ തെറ്റല്ല. കാമുകിയെ ഭാര്യയായി കണ്ടപ്പോൾ പറ്റിപ്പോയതാ. ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. സഞ്ജു പറയുന്ന കേട്ടു, FBL ഒരു കുഞ്ഞിനെയും കൊണ്ട് പിക്ക് കണ്ടു എന്ന്. പക്ഷേ എന്തൊരു പക്ഷേ? സഞ്ജുവിനൊരു ഡൗട്ട്, അവളുടെ കൂടെയുള്ള കൊച്ചിന് ആമിയുടെ ഷേപ്പുണ്ടോ എന്ന്. അഭിയേട്ടൻ എന്താ ഈ പറയുന്നത്? ആമിയും അഭിയേട്ടനും ഒരേപോലെ ഷേപ്പല്ലേ? അതാ ഞാനും പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് നിനക്ക് വല്ല അറ്റാക്ക് വന്നാലോ എന്ന് കരുതി. ഇതൊന്നും എൻ്റെ തെറ്റല്ല, പ്രത്യേകതരം അമേരിക്കൻ കാറ്റിൻ്റെ. ഒരു അമേരിക്കൻ കാറ്റ്? നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു തറയാണെന്ന്. ഒരു അഭിറാം വർമ്മ, നിങ്ങളെ ഞാനിന്ന് കൊല്ലും. പതിയെ ഇടിയടി, എൻ്റെ ബോഡി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നാളെ കുഴിയിൽ വെക്കുന്ന നിങ്ങൾക്കെന്തിനാ ബോഡി? ലച്ചു കടിക്കല്ലേ, ഞാനും അവളും തമ്മിലൊരു ബന്ധവുമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആ ട്രോഫി അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ആണ്. എൻ്റെ അമ്മ സത്യം, ഞാൻ വേദനിക്കുന്ന ഒരു കന്യകനാണ്. കയ്യിൽ നിന്ന് പല്ലെടുക്കടി വടയക്ഷി. തൻ്റെ കയ്യിൽ കടിച്ചു പിടിച്ച ലക്ഷ്മിയെ നോക്കി അഭി ദയനീയമായി പറഞ്ഞു. അവൾ മാറിയതും ജീവൻ കിട്ടിയ ആശ്വാസത്തിൽ അഭി കൈ ഉടഞ്ഞു. നിന്റെ വാ തുറന്ന് നോക്കിയേ, പല്ലെല്ലാം ഉണ്ടോ എന്ന്. ശത്രുവിനെ പോലും ഇങ്ങനെ കടിക്കല്ലേ, അപേക്ഷയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ. അതിനാണോ നീ? പിന്നെ കൊച്ചുണ്ടെന്ന് പറയുന്നതാണ് ചുമ്മാതെ. എനിക്കിഷ്ടമുള്ള എന്തേലും കൈവിട്ട് പോയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. രാഹുൽ തന്നെ ചതിച്ചത് കൊണ്ടാണ്. അല്ലേലുണ്ടല്ലോ, നിന്റെ ഇടിയും കടിയും കൊണ്ട് ഞാൻ ചാവും. പക്ഷെ ഞാൻ ഇഷ്ടമുള്ളതിന് എന്താ ചെയ്യുക എന്നോ? അത് പറഞ്ഞ് ലക്ഷ്മിയുടെ കവിളിൽ കൂട്ടിപ്പിടിച്ച് അവൻ തൻ്റെ ചുണ്ടമർത്തി. പിന്നെ കവിളിൽ നിന്ന് അതിൻ്റെ ഇണയെ തേടി അതരത്തിലേക്കും. പെട്ടെന്നുള്ള നീക്കത്തിൽ മിന്നൽ പിണർപ്പ് ശരീരത്തിൽ പാഞ്ഞു പോലെ ലക്ഷ്മി തരിച്ചിരുന്നു. അവൾ പോലും അറിയാതെ അഭിയുടെ മുടിയിൽ ലക്ഷ്മിയുടെ കൈവിരലുകൾ പിടിമുറുക്കി. ദേ അഭിയേട്ടാ, എൻ്റെ ചുണ്ട് പൊട്ടി. തന്നെ തള്ളി മാറ്റി കിതപ്പോട് അത്രയും പറഞ്ഞ ലക്ഷ്മി അഭി ദയനീയമായി നോക്കി. സോറി ലച്ചു, ആദ്യമായതുകൊണ്ടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൗതുകം ഒരല്പം കൂടുതലാണെന്ന്. ഇത് കൗതുകമല്ല, ആക്രാന്താണ്. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇതൊന്നും എൻ്റെ കുഴപ്പമില്ല. നിന്റെ ബോഡി പോരാ, സ്റ്റാമിന തീരെയില്ല. ഓഹോ, ഇപ്പം അങ്ങനെയായോ? ഈ പാണ്ടിലോറിയുടെ അടിയിൽ തീരും എൻ്റെ ജീവിതം. നീ എന്തിനു ദേഷ്യപ്പെടുന്നത്? നോക്കിയേ, എൻ്റെ കൈ ഇതുവരെ വേദന മാറിയില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും പല്ലുണ്ട്. പക അത് വീട്ടാനുള്ളതാണ്. സ്വന്തം ഭാര്യയുടെ അടുത്ത് ഏതോ മദാമയ്ക്ക് കൊച്ചുള്ള കഥ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആയുധമൊന്നും കാണാഞ്ഞത് നിങ്ങളുടെ തലയുടെ ഭാഗ്യം അല്ലേ? കാണാം. അപ്പം രാഹുലിൻ്റെ കാര്യം നീ എന്തിനെന്നോട് പറഞ്ഞത്? എനിക്കറിയാവുന്നതല്ലേ അത്. നിന്റെ പാസ്റ്റ് എനിക്കറിയാം. പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ വീണ്ടും വീണ്ടും എന്തിനാ? ഇപ്പം നീ എൻ്റെ ഭാര്യയാണ്, അതിൽ കൂടുതലൊന്നും അറിയണ്ട. പിന്നെ അവൻ അങ്ങനെ ഒരുത്തനായത് ജനിക്കാൻ പോകുന്ന നമ്മളുടെ മക്കളുടെ ഭാഗ്യം. അല്ലെങ്കിൽ സക്രിയയുടെ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് ഷോക്ക്. ഇതൊന്നുമല്ലെങ്കിൽ അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോയേനെ. അത് പറഞ്ഞപ്പോഴാണ് അച്ഛനെ ഒന്ന് സക്രിയയുടെ അടുത്ത് കാണിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നീ ഒന്നും പറഞ്ഞില്ല. ഇപ്പം നമ്മൾ തമ്മിലൊരു ഉമ്മ ബന്ധമില്ലേ? നോക്കാല്ലേ? സക്രിയ അവൻ പുലിയല്ലേ, ഉറപ്പായും നടക്കും. അത് പറഞ്ഞ അഭിലക്ഷ്മിയുടെ പിന്നിയിട്ട മുടി കയ്യിലെടുത്തു. നീ എന്താ മുടി അഴിച്ചിടാതെ എപ്പോഴും പിന്നിയിടുന്നേ? അത് ഞാൻ കുഞ്ഞിലേ തൊട്ട് അങ്ങനെയാണ് അഭിയേട്ട. അച്ഛൻ എൻ്റെ മുടി കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരും. അമ്മേൻ്റെ ഫോട്ടോ കോപ്പി എന്ന് അച്ഛൻ പറയുക. അത് കേൾക്കുമ്പോൾ ചെറിയമ്മയുടെ സ്വഭാവം മാറും. നമ്മൾ കാരണം എന്തിനാ അവർക്കിടയിൽ വഴക്ക്? പിന്നെ അമ്മ എന്ന ആളിൽ നിന്ന് ആകെ എനിക്ക് കിട്ടിയത് ഈ രൂപവും മുടിയുമാണ്. എത്ര വെട്ടിക്കളഞ്ഞാലും പിന്നെയും വളരും. അമ്മ ഒരു അത്ഭുതമാണ് അല്ലേ അഭിയേട്ട? ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യരം അമ്മയില്ലാതെ ജീവിക്കുന്നതാണ്. അമ്മയില്ലെങ്കിൽ ആരൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ഒറ്റക്കായ പോലെ 5-ാം വയസ്സ് തൊട്ട് ഞാൻ അനുഭവിക്കുന്നത് അതാ. തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കരഞ്ഞ ലക്ഷ്മിയുടെ തലയിൽ തലോടി അഭി പറഞ്ഞു, എൻ്റെയും വലിയ ആഗ്രഹമാണ് നമുക്കൊരു മകൾ ഉണ്ടായ നിന്നെ പോലെ വേണമെന്ന്. വെറുമൊരു സാമ്യമല്ല, തനി ഫോട്ടോ കോപ്പി. നിന്റെ കണ്ണും മൂക്കും പിന്നെ നിന്നെ പോലെ മുടിയുമുള്ള ഒരു ഡോൾ പോലെ ഒരു കുഞ്ഞു മാലാക. പക്ഷേ സ്വഭാവം അഭിയേട്ടൻ്റെ മതി. തനിക്ക് ചുറ്റുള്ള ബന്ധങ്ങളെ ചേർത്തു നിർത്താൻ അഭിയേട്ടന് നല്ലതുപോലെ അറിയാം. അതൊക്കെ സമ്മതിച്ചു. ഞാൻ വീണ്ടും ഒരു ഉമ്മ തരട്ടെ? അതിനെപ്പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? തരുന്ന കൊള്ളാം അഭിയേട്ട, പക്ഷെ എനിക്ക് വേദനിച്ച നിങ്ങളുടെ നടുവ് ഞാൻ തല്ലിയൊടിക്കും.